വിപിൻ, എന്താ ഇത്ര വലിയ ആലോചന? എന്താ പ്രശ്നം? പല്ലവി, അവള് തന്നെ പ്രശ്നം. അവളെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. ഇന്നലെ രാത്രിയിലും ഞങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായി. രാത്രി മുഴുവൻ വഴക്കായിരുന്നു. പാർവതി പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അവളോട് സ്നേഹം നടിച്ച് പെരുമാറുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാ വിപിനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സ്നേഹത്തിലൂടെ മാത്രമേ അവളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കൂ. പല്ലവിയുടെ നന്മ ആഗ്രഹിച്ചിട്ടാ, ഞങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാ പാർവതി ഇതൊക്കെ പറയുന്നത്. അതിനുവേണ്ടിയാണ് പാർവതി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും പല്ലവി മനസ്സിലാക്കുന്നില്ല. പാർവതി എന്ത് ചിന്തിക്കുന്നുവോ അതിന്റെ നേരെ വിപരീതമായിട്ടാ അവള് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. പാർവതിയുടെ സ്നേഹവും കരുതലും ഒന്നും അവളുടെ കണ്ണിൽ പെടുന്നതേയില്ല. അതുപോലെ തന്നെയാ എന്റെ കൺസിഡറേഷനും അവൾ ഗൗനിക്കുന്നില്ല. നമ്മൾ എന്ത് നല്ലത് പറഞ്ഞാലും അതിന്റെ നേരെ വിപരീതമായിട്ടാ അവള് ചിന്തിക്കുന്ന. സമാധാനിക്ക് വിപിൻ. അവൾക്കിപ്പോഴും പ്രായത്തിൻ്റെതായ ഒരു പക്വത വന്നിട്ടില്ല. അതിന്റെ കുഴപ്പങ്ങൾ ഏതൊക്കെ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അവളെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായല്ലോ? നീ ഞാൻ പറഞ്ഞ പോലെ പ്രവർത്തിച്ച അവള് നിന്റെ പാട്ടിലായിക്കോളും.